നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാന്റെ ഒരു തല, അതിനൊരു പോറൽ പോലും ഏൽക്കാതെ ഇസ്രയേലിന് കിട്ടണം. ആ സൂത്രധാരനെ ജീവനോടെ പിടികൂടണമെന്നാണ് മൊസാദിന് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. ഭരണകൂടത്തിൽ അവശേഷിക്കുന്ന ഖമനേയി ശിങ്കിടികളെ ലക്ഷ്യം വെച്ച് അടുത്ത അറ്റാക്കിന് കോപ്പുകൂട്ടുകയാണ് ഇസ്രയേൽ. ഇറാന്റെ ആണവ കരാറിന്റെ സൂത്രധാരൻ അബ്ബാസ് അരാഗ്ജിയെയാണ് ഇസ്രയേലിന് ജീവനോടെ വേണ്ടത്. ഇറാൻ ആണവ പരീക്ഷണത്തിന് അടുത്തെത്തിയെന്നാണ് ഇസ്രയേൽ വിശ്വസിക്കുന്നത്. ആണവ കേന്ദ്രങ്ങൾ തകർക്കുന്നതിനോടൊപ്പം ആണവ പരീക്ഷണങ്ങളുടെ സൂത്രധാരന്മാരെ ഇല്ലാതാക്കണം. ഇതാണ് ഇസ്രയേൽ ഭരണകൂടത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. അരാഗ്ജിയെ ജീവനോടെ കിട്ടിയാലേ ആണവ പരീക്ഷണങ്ങളിൽ ഇറാൻ എത്ര ദൂരം മുന്നോട്ട് പോയെന്ന് കണ്ടെത്താനാകൂവെന്ന് നെതന്യാഹു വാദിക്കുന്നു. ഇറാനിൽ ആരുടെയൊക്കെ തല ചിതറിച്ചാലും അരാഗ്ജിയുടെ തലയ്ക്ക് ഒരു പോറൽ പോലും പറ്റരുതെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. ഇസ്രയേൽ അമേരിക്ക സഖ്യത്തിനെതിരെ ഇറാനിൽ നിന്ന് ഉയരുന്ന ഉറച്ച ശബ്ദമാണ് അരാഗ്ജിയുടേത്. ആണവ കരാറിൽ അമേരിക്കൻ ഭീഷണി കയ്യിൽ വെച്ചാൽ മതിയെന്ന് പല ആവർത്തി അരാഗ്ജി തുറന്നടിച്ചിരുന്നു. ഇസ്രയേലിന്റെ ഹിറ്റ് ലിസ്റ്റിലെ പ്രധാനിയാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാഗ്ജി. പ്രകോപനമില്ലാതെ, ന്യായീകരണമില്ലാതെ നിയമവിരുദ്ധമായി അവർ യുദ്ധം ആരംഭിച്ചു. ഞങ്ങൾ ചെയ്യുന്നത് നിയമാനുസൃതമായ പ്രതിരോധം മാത്രമാണ്. സ്വയം പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് എല്ലാ അവകാശവുമുണ്ടെന്ന് ഇസ്രയേൽ യുദ്ധം തുടങ്ങിവെച്ചതിന് പിന്നാലെ അബ്ബാസ് അരാഗ്ജി പറഞ്ഞത്. ഞങ്ങളോട് ആക്രമണം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുന്നത് ന്യായമല്ല. യുദ്ധത്തിനൊരു സ്ഥിരമായ അന്ത്യമുണ്ടാകണം. അത്തരമൊരു ഘട്ടത്തിൽ എത്തുന്നതുവരെ ഞങ്ങളുടെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി പോരാടുന്നത് തുടരേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നു. യുഎസും ഇസ്രയേലും ഇറാൻ ആക്രമണം തുടങ്ങി 9-ാം ദിവസം NBCക്ക് ടെഹ്റാനിൽ നിന്ന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ അബ്ബാസ് അരാഗ്ജി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ശരിയായ സമയത്ത് ശരിയായ സ്ഥാനത്തുള്ള ശരിയായ വ്യക്തി എന്നാണ് ഇറാനിയൻ അനലിസ്റ്റും രാഷ്ട്രീയ വിദഗ്ധനുമായ സയ്യിദ് ലെയ്ലാസ് അരാഗ്ജിയുടെ യുദ്ധവുമായി ബന്ധപ്പെട്ട നിലപാടുകളെ വിശേഷിപ്പിച്ചത്. കുറച്ചു കാലങ്ങളായി ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും കണ്ണിലെ കരടാണ് അബ്ബാസ് അരാഗ്ജി. ഇറാനിൽ നിന്ന് അപ്രത്യക്ഷമായ സമ്പുഷ്ടീകരിച്ച യുറേനിയം എവിടെയാണുള്ളത്? ആണവ പരീക്ഷണം എവിടെയാണ് നടക്കുന്നത്? ഇറാന്റെ ആണവ പരീക്ഷണത്തിന് റഷ്യൻ സഹായമുണ്ടോ? ഏത് ഘട്ടം വരെ പരീക്ഷണം എത്തി? ഇതിനെക്കുറിച്ചെല്ലാം അരാഗ്ജിക്ക് വ്യക്തമായ അറിവുണ്ട്. നെതന്യാഹു കട്ടായം പറയുന്നത് ഈ വാക്കുകൾ തന്നെയാണ്. അരാഗ്ജിയുടെ തലയ്ക്കുള്ളിൽ ഒളിപ്പിച്ച ആണവ രഹസ്യങ്ങൾക്ക് ഇസ്രയേലിന്റെ ജീവന്റെ വിലയുണ്ടെന്ന് മൊസാദും വെളിപ്പെടുത്തുന്നു. അമേരിക്കയുമായി നടന്ന ആണവ കരാർ ചർച്ചകളിൽ ഭീഷണി ഇങ്ങോട്ട് വേണ്ട എന്ന നയം സ്വീകരിച്ച മന്ത്രി കൂടിയായിരുന്നു അബ്ബാസ് അരാഗ്ജി. അത്ര നിസ്സാരക്കാരനൊന്നുമല്ല അബ്ബാസ് അരാഗ്ജി. 1989 മുതൽ ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗമായ അരാഗ്ജി ആണവ ചർച്ചകളിലും അന്താരാഷ്ട്ര കാര്യങ്ങളിലുമുള്ള നീണ്ട അനുഭവ സമ്പത്തിന് ശേഷം 2024 ഓഗസ്റ്റ് 21-നാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രിയാകുന്നത്. വിദേശകാര്യ മന്ത്രാലയത്തിലെ ഏറ്റവും പ്രൊഫഷണൽ നയതന്ത്രജ്ഞരിൽ ഒരാളാണ് അരാഗ്ജി. അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ മുന്നണിയുമായും ബന്ധമില്ല. എല്ലാവരും ഇദ്ദേഹത്തെ ബഹുമാനിക്കുന്നു എന്നാണ് അരാഗ്ജിയെക്കുറിച്ച് ജർമ്മനിയിലെ മുൻ ഇറാൻ അംബാസഡറും ആണവ ചർച്ചകളുടെ വക്താവുമായിരുന്ന ഹുസൈൻ മൗസാവിയൻ മുൻപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. 2015 ഇറാന്റെ ആണവ കരാറിലേക്ക് എത്തിച്ച ചർച്ചകളിലെ പ്രധാനപ്പെട്ട ശബ്ദമായിരുന്നു അരാഗ്ജിയുടേത്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന്റെ സമയത്ത് 17 വയസ്സായിരുന്നു അരാഗ്ജിയുടെ പ്രായം. ഇതിൽ പ്രചോദനം ഉൾക്കൊണ്ട് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഭാഗമായി 1980 മുതൽ 8 വർഷം നീണ്ടുനിന്ന ഇറാഖുമായുള്ള യുദ്ധത്തിൽ മുന്നണി പോരാളിയാകുകയും ചെയ്തു. മുഹമ്മദ് ഖദാമി ഇറാൻ പ്രസിഡന്റായിരുന്ന സമയത്ത് 1999 മുതൽ 2003 വരെ ഫിൻലൻഡിലെ ഇറാൻ അംബാസഡർ ആയിരുന്നു അരാഗ്ജി. തൊട്ടു പിന്നാലെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പടിഞ്ഞാറൻ യൂറോപ്പ് വിഭാഗത്തിന്റെ തലവനായും പ്രവർത്തിച്ചു. ഈ സമയത്താണ് ഇറാൻ ആണവോർജവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളുമായി ചർച്ചകൾ തുടങ്ങിവെച്ചത്. 2005 നിയമപരമായ കാര്യങ്ങൾക്കുള്ള ഡെപ്യൂട്ടി വിദേശകാര്യ മന്ത്രിയായി അദ്ദേഹത്തെ സ്ഥാനക്കയറ്റം നൽകുന്നു. 2008 ജപ്പാനിലെ അംബാസഡറായി. 2011 മുതൽ 2013 വരെ ഏഷ്യൻ പസഫിക് കാര്യങ്ങളുടെ ഡയറക്ടർ ആകുന്നതുവരെ അരാഗ്ജി ആ സ്ഥാനത്ത് തുടർന്നു. 2013 പ്രസിഡന്റ് ഹസൻ റൂഹാനി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അന്നത്തെ വിദേശകാര്യ മന്ത്രി ജാവേദ് ഷെരീഫ് ആണവ ചർച്ചകൾക്കുള്ള തന്റെ ഡെപ്യൂട്ടിയായി അരാഗ്ജിയെ നിയമിച്ചു. പിന്നീട് അമേരിക്കയുമായി ആണവ കരാറിൽ ചർച്ചകൾ നടക്കുന്നു, കരാറിൽ എത്തുന്നു. എന്നാൽ പിന്നീട് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതോടെ 2018 US ഈ കരാറിൽ നിന്ന് പിന്മാറി.
പിന്നീട് ബൈഡൻ പ്രസിഡന്റായപ്പോൾ കരാർ വീണ്ടും പ്രാബല്യത്തിലാക്കാൻ ഇറാൻ വിയന്നയിൽ നടത്തിയ ചർച്ചയെ നയിച്ചതും അരാഗ്ചിയായിരുന്നു. പക്ഷേ ഇറാനിൽ രാഷ്ട്രീയ മാറ്റം വരികയും റൂഹാനിക്ക് പകരം ഇബ്രാഹിം റൈസി പ്രസിഡന്റ് ആകുകയും ചെയ്തതോടെ അരാഗ്ചിയുടെ സ്ഥാനം നഷ്ടപ്പെട്ടു. പിന്നീട് പരമോന്നത നേതാവിന്റെ ഉപദേശക സമിതിയായ സ്ട്രാറ്റജിക് കൗൺസിൽ ഫോറിൻ റിലേഷൻസിന്റെ ഭാഗമായി പ്രവർത്തിച്ചു. 2023 കാര്യങ്ങൾ വീണ്ടും മാറിമറിഞ്ഞു. ഇസ്രയേൽ ലബനനിലെ ഇറാനിയൻ പങ്കാളിയായ ഹിസ്ബുള്ളയെ ആക്രമിക്കുകയും സിറിയയിലെ IRGC കമാൻഡർമാരെ കൊലപ്പെടുത്തുകയും ചെയ്തതോടെ സംഘർഷം വർദ്ധിച്ചു. യമനിലെ ഇറാൻ പിന്തുണയുള്ള വിമതരായ ഹൂതികൾ ചെങ്കടലിൽ ടാങ്കറുകളെ ആക്രമിച്ചു. 2024 ഏപ്രിലിൽ ഡമാസ്കസിലെ ഇറാനിയൻ എംബസിക്കെതിരായ ഇസ്രയേലിന്റെ ആക്രമണത്തിന് തിരിച്ചടിയായി ടെഹ്റാൻ ഇസ്രയേലിന് നേരെ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചു. 2024 മെയ് 19 ഇറാൻ വിദേശകാര്യ മന്ത്രി അമീർ അബ്ദുല്ലാഹിയാനും ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും സഞ്ചരിച്ച ഹെലികോപ്റ്റർ ഇറാൻ അസർബൈജാൻ അതിർത്തിക്കടുത്ത് തകർന്നു വീണു. ഇതോടെ ഇറാനിൽ ഭരണമാറ്റമുണ്ടാകുകയും പെസഷ്ക്യാൻ പ്രസിഡന്റ് ആകുകയും ചെയ്തു. മന്ത്രിസഭയിൽ വിദേശകാര്യ മന്ത്രിയായി അരാഗ്ചിയെ തെരഞ്ഞെടുത്തു. 2025 ജനുവരി 20 ഡൊണാൾഡ് ട്രംപ് വീണ്ടും വൈറ്റ് ഹൌസിലെത്തിയതോടെ ആണവ ചർച്ചകൾക്ക് അരാഗ്ചി മുൻകൈയെടുത്തു. ഏപ്രിൽ 13 അദ്ദേഹം ഒമാനിൽ ട്രംപ് ഉദ്യോഗസ്ഥരുമായി ആദ്യഘട്ട ചർച്ചകൾ നടത്തി. വളരെ സമാധാനപരവും ബഹുമാനപൂർണവുമായ അന്തരീക്ഷത്തിൽ നടന്ന ക്രിയാത്മകമായ കൂടിക്കാഴ്ചയായിരുന്നു ഇതെന്ന് പിന്നീട് അരാഗ്ചി അഭിപ്രായപ്പെട്ടിരുന്നു. അവർ 5 തവണ കൂടിക്കാഴ്ച നടത്തി. ജൂൺ 13 ആറാമത്തെ റൗണ്ട് ചർച്ചകൾക്ക് 2 ദിവസം മുൻപ് ഇസ്രയേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ, ശാസ്ത്രജ്ഞർ, സൈനിക നേതാക്കൾ എന്നിവർക്കെതിരെ വലിയ ആക്രമണം നടത്തി. ജൂൺ 22 അമേരിക്ക ഇസ്രയേലിന്റെ യുദ്ധത്തിൽ പങ്കുചേർന്നു. പിന്നീട് ട്രംപ് അവകാശപ്പെട്ടത് US ആക്രമണങ്ങൾ ഇറാന്റെ ആണവ പദ്ധതികളെ തുടച്ചു നീക്കിയെന്നായിരുന്നു. ജൂൺ 23 ഖത്തറിലെ അമേരിക്കൻ താവളത്തിനു നേരെ ഇറാൻ ആക്രമണം നടത്തുന്നു. ഇതിന് പിന്നാലെ ഇസ്രയേലും ഇറാനും വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. പക്ഷേ ഈ ആക്രമണം ഇറാന്റെ ആണവ പദ്ധതികളിൽ കാലതാമസമുണ്ടാക്കി. ഇതിനെതിരെ ഇസ്താംബുളിൽ നടന്ന OICയുടെ യോഗത്തിൽ അരാഗ്ചി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. നയതന്ത്രത്തെ ഒറ്റിക്കൊടുത്തത് അമേരിക്കയാണ്, പക്ഷേ ചർച്ചയിലേക്ക് മടങ്ങേണ്ടത് ഇറാനാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അമേരിക്ക ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളായ ഇസ്ഫഹാൻ, നതാൻസ്, ഫോർദോ എന്നിവിടങ്ങളിൽ ബോംബ് ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇത്. ഞങ്ങളുടെ ആണവ സ്ഥാപനങ്ങൾക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയിൽ അംഗമായ രാജ്യത്തിന്റെ പ്രാദേശിക സമഗ്രതയ്ക്കും ദേശീയ പരമാധികാരത്തിനും നേരെ അമേരിക്ക ആക്രമണം നടത്തി. ഞങ്ങൾ ഞങ്ങളുടെ മൂല്യം മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ വിലമതിക്കുന്നു. മറ്റൊരാൾക്കും ഞങ്ങളുടെ വിധി നിർണ്ണയിക്കാൻ ഒരിക്കലും അനുവദിക്കില്ല എന്നും അബ്ബാസ് അരാഗ്ചി മറുപടി കൊടുത്തു. പിന്നീട് ഇങ്ങോട്ട് US-ഉമായുള്ള നിലപാടിൽ യുദ്ധം ഒഴിവാക്കി എങ്ങനെ ഇരു രാജ്യങ്ങൾക്കും തുല്യ പരിഗണന ലഭിക്കുന്ന ആണവ കരാർ നടപ്പിലാക്കാം എന്നതായിരുന്നു അരാഗ്ചി മുന്നോട്ട് വെച്ചത്. ആണവ നിർവ്യാപന കരാറിലെത്തിയില്ലെങ്കിൽ ഇറാൻ കടുത്ത ആക്രമണം നേരിടേണ്ടി വരുമെന്ന ട്രംപിന്റെ വെല്ലുവിളിക്ക് അരാഗ്ചി നൽകിയ മറുപടിയും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഞങ്ങളുടെ ധീരരായ സായുധ സേനാംഗങ്ങൾ സജ്ജരാണ്. ഇറാനെതിരെ കര, കടൽ, ആകാശം എന്നിങ്ങനെ ഏതു മാർഗത്തിലൂടെയും എന്തെങ്കിലും ആക്രമണമുണ്ടായാൽ ഉടനടി ശക്തമായ പ്രതികരണമുണ്ടാകും. അതേസമയം പരസ്പര പ്രയോജനകരമായ നീതിയുക്തമായ ഒരു ആണവ കരാറിനെ ഇറാൻ എല്ലായ്പ്പോഴും സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഭീഷണിയില്ലാതെ, ബലപ്രയോഗങ്ങളില്ലാതെ തുല്യ പരിഗണനയിലുള്ള കരാർ ആകണം അത്. സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനുള്ള ഇറാന്റെ അവകാശം കരാറിൽ ഉറപ്പാക്കണം എന്നായിരുന്നു അരാഗ്ചിയുടെ കട്ടായം ആവശ്യം. പിന്നാലെ നയതന്ത്രത്തിന്റെ ഭാഷയിലും അദ്ദേഹം സംസാരിച്ചു. പരസ്പരം താൽപര്യങ്ങളും ആശങ്കകളും പരിഹരിക്കുന്ന ഒരു അഭൂതപൂർവമായ കരാറിനുള്ള ചരിത്രപരമായ അവസരമാണ് മുന്നിലുള്ളതെന്നും നയതന്ത്രത്തിന് മുൻഗണന നൽകിയാൽ ഇത് യാഥാർത്ഥ്യമാകുമെന്നും അബ്ബാസ് അരാഗ്ചി സമൂഹ മാധ്യമമായ എക്സിലൂടെ വീണ്ടും അറിയിച്ചിരുന്നു. ഇറാൻ ഒരിക്കലും ആണവായുധം നിർമ്മിക്കില്ലെന്നും എന്നാൽ സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്നും അരാഗ്ചി കൂട്ടിച്ചേർത്തു. തൊട്ടടുത്ത ദിവസം, അതായത് ഫെബ്രുവരി 26 ജനീവയിൽ ഇരു രാജ്യങ്ങളും ചർച്ച നടത്തി. പക്ഷേ ആണവ കരാറിൽ തീരുമാനങ്ങളൊന്നും വന്നില്ല. ഫെബ്രുവരി 28 ഇറാനെതിരെ US-ഉം ഇസ്രയേലും വ്യോമ ആക്രമണം തുടങ്ങുകയും ഇറാന്റെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്ന യുദ്ധത്തിന്റെ മുൾമുനയിലാണ് പശ്ചിമേഷ്യ. അതിന്റെ സാമ്പത്തികമായ പ്രതിഫലനം എല്ലാ രാജ്യങ്ങളിലേക്കും പടർന്നിരിക്കുകയാണ്.
പരമോന്നത നേതാവിന് പ്രാധാന്യമുള്ള ഇറാന്റെ ഭരണ സംവിധാനത്തിൽ വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ അരാഗ്ജിയുടെ ഇടപെടലുകളും നയതന്ത്രവും എത്രത്തോളം യുദ്ധം അവസാനിപ്പിക്കാൻ സഹായിക്കുമെന്ന് ഇനി കണ്ടറിയണം. പ്രത്യേകിച്ച് പ്രതിരോധിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നും നേരത്തെ US വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചതിനാൽ ഇത്തവണ കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കുമെന്നും അരാഗ്ജി പറഞ്ഞ സ്ഥിതിക്ക് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണതയിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. എന്നാൽ ഇസ്രയേലിനാകട്ടെ അരാഗ്ജിയുടെ തലയാണ് വേണ്ടത്. ആ തലയ്ക്കുള്ളിൽ ഒളിപ്പിച്ച രഹസ്യങ്ങൾ എന്തെല്ലാമാണ്? അതാണ് ചൂഴ്ന്നെടുക്കാൻ ഇസ്രയേൽ കാത്തിരിക്കുന്നത്. അരാഗ്ജിയെ വീഴ്ത്തുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും ഇറാന്റെ ഇപ്പോഴത്തെ നേതൃത്വത്തിനെതിരെ ആക്രമണത്തിന് ഇസ്രയേൽ തയ്യാറായി നിൽക്കുകയാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.